അശ്വന്ത് ഗോപ് എന്ന് പറഞ്ഞൊരു റിവ്യൂ പടം കണ്ടതിന് ശേഷം പുള്ളി റിവ്യൂ ഇട്ടു. അപ്പം അതിലെ പുള്ളി എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ മണൽ വാരല് ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 20 വർഷം മുന്നേ ആയിരുന്നു ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. കാരണം പുള്ളി ആ നാട്ടുകാരനാണ് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പം ഗവൺമെന്റ് ഉൾപ്പെടെ മണൽവാരലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം മാനുഫാക്ചേർഡ് സാൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട്. അപ്പം ഗവൺമെന്റും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വിഷയം ആപ്റ്റാവുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനോടുള്ളൊരു പ്രതികരണം ഇല്ല. ഒന്നാമത്തെ കാര്യം റിവ്യൂസ് എന്തായാലും പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാല്, ഇപ്പം നേരത്തെ ജിക്കു പറഞ്ഞ പോലെ നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നടക്കുന്നുണ്ട്, ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഏർലി മോർണിംഗ് അവിടെ നിലമ്പൂര് മമ്പാട് പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ നടക്കുന്ന കാര്യമാണ്. അതിപ്പോ കാലങ്ങളായിട്ട് നടക്കാം. ഞാൻ എന്നും ഡെയിലി കാണുന്നതാണ്. പിന്നെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ സംഭവം ഇപ്പോഴും മണലെടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതില് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ഉത്തരം. ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാളും കൈക്കൂലി വാങ്ങാൻ പാടില്ല അല്ലേ? ശിക്ഷിക്കാം. ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ? ഇല്ലേ? പറയാൻ പറ്റുമോ? ഇല്ലെന്ന്. കൈക്കൂലി വാങ്ങുന്നവർ കൂടുതലാണ്. ശിക്ഷിക്കാൻ വേണ്ടി ഒരാളെ പിടിച്ചാലും തന്നെ ചില ശിക്ഷകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടത്. നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കാം, കണ്ടിരിക്കാൻ മൂടായിരിക്കണം. അത് എപ്പോഴുള്ള കഥയാണ്. ഇപ്പൊ പ്രമേയുഗാഥ അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണെന്ന് പറയുക ആരെങ്കിലും? അങ്ങനെ പറഞ്ഞ ഒരാൾ തന്നെ വന്ന് ഞാൻ കണ്ടായിരുന്നത്. അത് ആരാന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളാണ്. ഞാൻ അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ പറഞ്ഞു തന്നെ കാണിച്ചു. പ്രമേയത്തിനെ കുറിച്ച് ഞാൻ കണ്ടു പടം കണ്ടിട്ട് ആകെ ഞാൻ 10-15 മിനിറ്റ് തന്നെ ഞാൻ ഇറങ്ങിപ്പോയി. 10-15-20 മിനിറ്റ് ഞാൻ ഇറങ്ങിപ്പോയി. അയാൾ പറഞ്ഞ സ്റ്റൈലാണിത്. അതുകൊണ്ട് അയാൾ വേറെ സൂപ്പർ സ്റ്റാറിന്റെ ഇന്ന് മൊമെന്റ് മേടിക്കുന്ന ഒരു ഫോട്ടോയും അവിടെ കാണിച്ചു. നിങ്ങൾ കണ്ടു കാണും. നിങ്ങളാണ് അല്ലല്ല വേറെ അതും കാണിച്ചു. എന്നിട്ട് പിന്നെ പുള്ളി പറഞ്ഞു പക്ഷെ ക്യാമറ ഗംഭീരമായിട്ട് നല്ല മേക്കിംഗ് ആണ്. ഈ 15 മിനിറ്റ് ഉറങ്ങിയാണ് ഈ 2-10 മിനിറ്റ് സിനിമ എങ്ങനെ കണ്ടു? മേക്കിങ്ങിന് ഗംഭീരമാണ്, നല്ല ക്യാമറയാണെന്നൊക്കെ പറയാൻ. അപ്പൊ എന്തും പറയാന്നുള്ളതാണ്. ഇപ്പൊ ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ്? ഉറുമ്പിനെ നമ്മുടെ കാര്യത്തിൽ അത് കടിക്കും അല്ലേ? അത് ഉറുമ്പിന്റെ സ്വഭാവം, കുറ്റം പറയാൻ പറ്റില്ല. അത് നമ്മൾ വെള്ളത്തിൽ കിടക്കണ കൈയിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കരപ്പലിട്ടാൽ കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ കടിയടിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത്. അവർ പറഞ്ഞോട്ടെ എന്നെ നേരാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞിട്ട് അത് പറഞ്ഞ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാമല്ലോ. കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരൊക്കെ. അതാണ്, അത് സൃഷ്ടിയാണ്. അങ്ങനെ അതാരും കുറ്റം പറയാൻ പറ്റില്ല. ഒന്നുമില്ല. ഒറ്റ കാര്യം കൂടെ, മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയിട്ട് ഞാൻ റിവ്യൂ കണ്ടു. ഖാലിദ് റഹ്മാൻ പുള്ളിനെ ഒരു ഡ്രൈവർ ചേട്ടൻ ലെജൻഡാണ്. പുള്ളിനൊക്കെ ലെജൻഡായിട്ട് കാണാനുള്ള പുള്ളിനൊക്കെ ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അത്രേ ഉള്ളൂ. റിവ്യൂ പറഞ്ഞോട്ടെ. അവര് നമ്മള് സിനിമ റിലീസാകുന്നത് തിയേറ്ററിലാണ്, യൂട്യൂബിനകത്തല്ല. അപ്പം യൂട്യൂബിനകത്ത് റിലീസാക്കി ഈ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് പറയണം, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം അവർ പറഞ്ഞോട്ടെ. പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഒരുപാട് ഞാൻ 21ാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ്. 24 വയസ്സായി വെറുതെ എന്തെങ്കിലും പറയണേക്കാളും ബെറ്റർ പോസിറ്റീവായിട്ട് പറയാനുള്ളതാണ്. നിങ്ങളൊക്കെ പോസിറ്റീവായിട്ടല്ലേ? എനിക്ക് ഒരുപാട് മീഡിയ ടീം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ PR ടീം എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ സന്തോഷമുണ്ട്. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കാം. മലയാളത്തിന്റെ പൂക്കാലാണ്. ആ പൂക്കാലം ഒന്നും കൂടി പൂത്താലേ നമ്മുടെ മലയാള സിനിമ ഇനി മുന്നോട്ട് പോവുള്ളൂ.